ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കൊള്ള നടത്തിയ റിജോ ആന്റണിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 6 മണിക്കോടുകൂടി ആളെ കണ്ടെത്തി കഴിഞ്ഞു. പോലീസിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു. ആ കേസിന്റെ സ്വഭാവം വളരെ ബുദ്ധിപൂർവമായി ഒരു ഓപ്പറേഷൻ. അത് CCTV ദൃശ്യത്തിൽ പെടാതിരിക്കാനും അതുപോലെ ആളെ മനസ്സിലാകാതിരിക്കാനും ഒക്കെയുള്ള ധാരാളം തന്ത്രങ്ങൾ ഇതിനകത്ത് മെനഞ്ഞിട്ടാണ് ആ മോഷണം നടത്തിയത്. മോഷ്ടിച്ച ആള് വന്നതൊക്കെ നമുക്കറിയാം. ഒരു 2 വീലറിൽ വന്നു, മുഖം മറച്ചിരുന്നു, മാസ്ക് വെച്ചു, അതുപോലെ കൈ ഗ്ലൗസ് ഇട്ടു, ഒരു ബ്ലാക്ക് സൂട്ട് ധരിച്ചു, അതിനുശേഷം ഷൂ, ഒരു സ്പോർട്സ് ഷൂ. അങ്ങനെ 3 മിനിറ്റ് കൊണ്ടാണല്ലോ ആ ബാങ്ക് കൊള്ള നടത്തിയത്. ഉച്ച സമയത്ത് ആൾക്കാരില്ലാത്ത സമയം നോക്കി ബാങ്ക് കൊള്ള നടത്തി. ആ പെട്ടെന്ന് 45 ലക്ഷം രൂപ കൗണ്ടർ ഇരുന്നിട്ട് 15,20,000 രൂപ കൊണ്ടുപോയെന്നാണ് പറയുന്നത്. 15 ലക്ഷം 3 കെട്ടേ പോയുള്ളൂ എന്നും പറയുന്നുണ്ട്. എന്തായാലും 15 ലക്ഷമായിട്ട് ആൾ കടന്നു, ബാക്കി പൈസ കൊണ്ടുപോയില്ല. ഹിന്ദിയിൽ 2 വാക്ക് പറഞ്ഞു. അതൊരു ഹിന്ദിക്കാരനാണെന്നുള്ള ധാരണ വരുത്താൻ വേണ്ടിയിട്ട് അതും പറഞ്ഞു. അകത്തെ കൂട്ടിയിട്ട 2 പേര് ബാങ്ക് മാനേജരും പ്യൂണും ആരെയോ ഫോൺ ചെയ്ത് ഈ ഷട്ടർ ഇടണം എന്ന് പറയുന്നത് കേട്ട ഉടനെ പണി നിർത്തി കിട്ടിയ പണവുമായിട്ട് സ്ഥലം വിട്ടു. ബാക്കി പണം വേണ്ട, പിടിക്കപ്പെടുമെന്ന് തോന്നി. വന്ന അതേ 2 വീലർ തന്നെ പോവുകയും ചെയ്തു. ഈ ബാങ്കിന്റെ അടുത്ത് 1.5 കിലോമീറ്ററിനകത്ത് ആളുണ്ട്. തുടക്കത്തിൽ എന്നെ പോലെയുള്ള ആൾ പറഞ്ഞത് മലയാളി തന്നെയാണ്. ഇത് മലയാളി ബുദ്ധിയാണ്, അസാമാന്യ ബുദ്ധിയാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം വളരെ കൂളായിട്ട് വന്ന് 3 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ നടത്തി കിട്ടിയ പണവുമായിട്ട് പോയി. ആളെ തിരിച്ചറിയാനുള്ള തന്ത്രം വളരെ ബുദ്ധിപൂർവ്വം വെച്ച് പോലീസ് അതിനകത്ത് കുഴങ്ങി, അതിനകത്ത് കടന്ന് കറങ്ങി 2 ദിവസം. എങ്കിലും കേരള പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. അവിടുത്തെ SP കൃഷ്ണകുമാറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അവിടുത്തെ DYSമാരായ സുരേഷും VK രാജനും ഉണ്ട്. അവിടുത്തെ ചാലക്കുടി ഇൻസ്പെക്ടർ MK സജീവ്. അവർക്കൊരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ ഒക്കില്ല. ഒരു സൂപ്പർ ഡിറ്റക്ഷൻ എന്ന് പറയും. അത് കുറേ അധികം ആൾക്കാരുടെ കമ്പൈൻഡ് ആയിട്ട് എഫർട്ട് കൊണ്ടാണ്. കാരണം പ്രതി അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം എറണാകുളം ഭാഗത്ത് അങ്കമാലിക്ക് പോയി. അതിനുശേഷം വേഷം മാറിയിട്ട് കറങ്ങി ആ 2 വീലർ തിരിച്ചു വന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോയി. ഇനി ഇടവഴി കൂടെയൊക്കെ പോയി പോലീസിലിട്ട് കറക്കി. അങ്ങോട്ട് പോയ വാഹനത്തിലെ മിറർ ഉണ്ടായിരുന്നു, റിയർ വ്യൂ മിറർ. തിരിച്ചു വന്നപ്പോൾ അതില്ല. പക്ഷേ ആള് ഏകദേശം അതുപോലെ തന്നെ തോന്നി. ഇട റോഡിൽ കൂടെയൊക്കെ പോയി പോലീസിന്റെ വട്ടം കറക്കി ഒരു ഇന്ത്യക്കാരനുള്ള ഇംപ്രഷനും കൊടുത്തു. അതുപോലെ തന്നെ വാഹനത്തിന്റെ വിവരവും കിട്ടിയില്ല, ആളെ തിരിച്ചറിയാനും പറ്റിയില്ല. വളരെ വിഷമം പിടിച്ച കേസാണിത്. പോലീസ് അത് CCTV ദൃശ്യത്തിലെ ആയിരക്കണക്കിന് CCTV ദൃശ്യങ്ങൾ പോലീസ് വളരെ അധികം കമ്പൈൻഡായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. പെട്ടെന്ന് ദൃശ്യങ്ങളും വേഷം മാറിയതും റിയർ വിഷൻ മിറർ മാറ്റുകയും ഒക്കെ മനസ്സിലായി. പക്ഷേ പ്രതി വളരെ വൈദഗ്ധ്യത്തോടുകൂടി മാറി എങ്കിലും, അല്ലെങ്കിൽ വേഷം മാറിയെങ്കിലും ഷൂ മാറിയില്ല. ഷൂവിനകത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരടയാളം ഉണ്ടായിരുന്നു, അത് മാത്രം മാറിയില്ല. ബാക്കിയെല്ലാം പോലീസിനെ പറ്റിച്ചു. ഏകദേശം ഈ വാഹനം എങ്ങും അധികം ദൂരം പോയിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തി. അതുപോലെ റിജോ ആന്റണിയുടെ വീടും പരിസരത്തിലോട്ട് എത്തി. അതിനടുത്തുനിന്ന് ഒരു കരികു കുടിച്ചെന്ന് ഒരു സ്ത്രീ പറയുന്നുണ്ട്, 2 വീലർ. ഏതായാലും റിജോയുടെ വീടും പരിസരവുമായി പോലീസ്. റിജോയുടെ വീട്ടിലെ ഈ 2 വീലർ ഇരിക്കുന്ന കണ്ടു. ഏതായാലും അവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ്, പള്ളി വക കുടുംബ സംഗമം. അതിനകത്ത് വലിയ സന്തോഷവനായിട്ട് കണ്ടു റിജോ. ആ സമയത്ത് മഫ്തിയിലുള്ള പോലീസ് ചുറ്റുമൊക്കെ കറങ്ങുന്ന കണ്ടപ്പം വീട്ടുകാർക്കും എല്ലാവർക്കും കൗതുകം. എന്താണ് പോലീസ് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ആ കുടുംബ സംഗമത്തിലെ വീട്ടിലെ ഉടമസ്ഥന്, ആ വീട്ടുകാരൻ്റെ തന്നെയാണ് പോലീസ് നോട്ടം വെച്ചതെന്ന് അവർക്കുള്ളവർക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏതായാലും ആ സംഗമം കഴിഞ്ഞ ആൾക്കാർ പിരിഞ്ഞതോടെ പോലീസ് അകത്ത് കയറി. വിജയ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞെട്ടിപ്പോയി. പിടി വീണു എന്ന് മനസ്സിലായി. സാധാരണ കള്ളന്മാരൊക്കെ
പിടിക്കപ്പെടുമ്പോഴും ചോദ്യം ചെയ്യുമ്പോൾ ഒരു വേവലാതിയും വെപ്രാളവും വാക്കുകൾ കിട്ടാതെ വരികയൊക്കെ ചെയ്ത് അതേ രീതിയിൽ തന്നെയായിരുന്നു ആ റിജോ ആന്റണിയുടെ പ്രകൃതവും സംസാരവും ഒക്കെ. പോലീസിന് പെട്ടെന്ന് മനസ്സിലായി ഇവൻ തന്നെ പ്രതിയെന്ന്. ഷൂ കണ്ടെത്തി കഴിഞ്ഞു. ഷൂ അവിടെ തന്നെയുണ്ട്, കാലിലുണ്ട്. പിടി വീണു. വീട്ടിനകത്തുനിന്ന് തന്നെ 10 ലക്ഷം രൂപ കിട്ടി. 15 ലക്ഷത്തിന് ബാക്കി പൈസ ഇവിടെ. പിടി വീണെന്ന് അറിഞ്ഞപ്പം വാർത്ത അങ്ങ് പ്രചരിച്ചു. പലിശയ്ക്ക് വാങ്ങിച്ച 2,90,000 രൂപ ഒരാൾക്ക് കൊടുത്തിരുന്നു, ഒരാളുടെ നിന്ന് വാങ്ങിച്ചിരുന്നു. അയാൾ കിട്ടിയ പൈസ പെട്ടെന്ന് കൊണ്ടുപോയി അവിടുത്തെ DYSP ഏൽപ്പിച്ച് ബാങ്കിന്റെ പൈസയാണല്ലോ, പിടി വീഴും, അയാൾ ചിലപ്പം പ്രതിയാകാമല്ലോ. അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ 2,90,000 രൂപ പലിശക്കാരൻ DYSP കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞു. കൃത്യത്തിന് ഉപയോഗിച്ച കത്തി വിദേശത്തുള്ള ഇന്ന് കൊണ്ടുവന്ന കറിക്കത്തിയാണ്. അത് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഏകദേശം 42 മണിക്കൂറിനുള്ളിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ, ഇത്രയും പോലീസിനെ വട്ടം ചുറ്റിയ, നാട്ടുകാരെയും പത്രക്കാരെയും ചാനലുകാരെയൊക്കെ വട്ടം ചുറ്റിച്ച ആ പ്രതി ഇതാ പോലീസിന്റെ കയ്യിലെത്തിക്കഴിഞ്ഞു. ഏതായാലും അവിടുത്തെ കൃഷ്ണകുമാറിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. SP, അതുപോലെ തന്നെ DYSP സുരേഷ്, രാജൻ, MK സജീവൻ, അവരുടെ ടീമിലുള്ള എല്ലാ അംഗങ്ങളെയും തീർച്ചയായിട്ടും അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. അവർക്കൊരു ബിഗ് സല്യൂട്ട് നേരത്തെ കൊടുത്തിരുന്നു ഞാൻ. എങ്കിൽ തന്നെയും അവര് ഈ ഡിറ്റക്ഷനോട് കേരള പോലീസിന്റെ എഫിഷ്യൻസി എന്താണ്, കഴിവ് എന്താണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഹോം ഡിപ്പാർട്ട്മെന്റും DGPക്കും മുഖ്യമന്ത്രിക്ക് അഭിമാന നിമിഷം തന്നെ സമ്മാനിച്ചു. കാരണം ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസാണെന്ന് പൊതുവെ ഞങ്ങളെപ്പോലുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ മനസ്സിലായി. പക്ഷേ അതിൽ നിന്ന് പോലീസ് കരകയറി. ഈയുടെ ഭാര്യ, റിജോ ആന്റണിയുടെ ഭാര്യ വിദേശത്താണ്, നേഴ്സാണ്. ഒരു വീട് പുതിയത് വെച്ചു. അതിന് ധാരാളം പണം ചെലവായി. ഇയാൾ ഒരു ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്ന ആളും മദ്യപാനിയാണ്. ധാരാളമായി കുടിക്കും. ഈ 15 ലക്ഷത്തിന് അകത്തുനിന്ന് തന്നെ 1 ലിറ്റർ മദ്യം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ഏകദേശം 2,10,000 രൂപയുടെ കണക്ക് ബോധിപ്പിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. 10 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കിട്ടി. 2,90,000 രൂപ പലിശയ്ക്ക് കൊടുത്ത് വാങ്ങിച്ചയാൾ അത് തിരിച്ചു പോലീസിനെ ഏൽപ്പിച്ചു. ബാക്കി പണം 2,10,000 രൂപ 15 ലക്ഷത്തില് എവിടെ പോയി എന്നറിയില്ല. ഉത്തരം മുട്ടി. പോലീസ് ചോദ്യം ചെയ്തതിനിടയ്ക്ക് സങ്കടപ്പെട്ട് കണ്ണീരൊഴുക്കുന്നത് നമ്മൾ കണ്ടു. എങ്കിലും ഓപ്പറേഷൻ രീതി നോക്കുമ്പോൾ ഇയാളുടെ പൂർവ്വചരിത്രങ്ങൾ മുഴുവൻ നോക്കേണ്ടിയിരിക്കുന്നു. ഏകദേശം 40 വയസ്സിനടുത്ത് പ്രായമുണ്ട്. അതുകൊണ്ട് റിജോ ആന്റണിയുടെ പൂർവ്വചരിത്രങ്ങൾ, അയാൾ 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ. അത് എന്ത് ചെയ്താലും ശരി അത് കണ്ടെത്തണം. എവിടെയാണ് വളർന്നത്, എവിടെയൊക്കെ ജീവിച്ചു, എങ്ങനെ ഹിന്ദി വാക്ക് പഠിച്ചു, അത് ലോക്കലിൽ നിന്ന് പഠിച്ചതാണോ, ഇയാള് ഗൾഫിൽ എത്ര നാൾ ജോലി ചെയ്തു, വന്നിട്ട് ഇപ്പം 2 വർഷമായി, 2 മക്കളും കൂടെയുണ്ട്, ഭാര്യ വിദേശത്താണ്. ഇതെല്ലാം വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഇയാൾ ഓപ്പറേഷൻ രീതി കണ്ടാൽ വേറെ പല സംഭവങ്ങളും നടത്തിയ വ്യക്തിയാണെന്ന് തോന്നും. പോലീസ് ആ രീതിയിലോട്ട് ചിന്തിക്കുന്നുണ്ട്. ഇതിന്റെ സെക്യൂരിറ്റിയുടെ അവിടെ അത് ചില പാളിച്ചകൾ ഉണ്ടെന്നൊക്കെ പലരും പറയുമെങ്കിലും അവിടെ ഇയാൾ ഒറ്റയ്ക്ക് ഇയാൾ തന്നെ കമന്റ് ചെയ്തു എന്നാ പറയുന്നത് റിജോ. കാരണം ഇയാളെ പിടിച്ചാൽ, അവർ 2 പേരുണ്ടായിരുന്നു, പിടിച്ചാൽ എന്ത് ചെയ്യും, അവർ മണ്ടന്മാരാണെന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നുണ്ട്. അവർ മണ്ടന്മാർ തന്നെയാണ്. ഒരു ബാങ്കില് അവരുടെ ജീവൻ കളയാൻ അവർ തയ്യാറായില്ലല്ലോ. കാരണം ചിലപ്പം കുത്തും, അല്ലെങ്കിൽ വെടിവെക്കും, അല്ലെങ്കിൽ കത്തി കൊണ്ട് കയറ്റും, അങ്ങനെ തടയും. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശാഖയിലുള്ള മുഴുവൻ ആ ബാങ്കിലെ ക്യാഷ് എത്രയുണ്ടോ അതിന് ഇൻഷുറൻസ് ഉണ്ട്. ഒരു 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ പണം അവിടെ സൂക്ഷിച്ചാൽ അതിന് ഇൻഷുറൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ജീവൻ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ശാന്തരായി തന്നെ ഇതിൽ നേരിടുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ചിലരുടെ കയ്യിൽ തോക്കുണ്ടാവും, ചിലരുടെ കയ്യിൽ മാറ്റുമായുധങ്ങളുണ്ടാവും. പിടിക്കാൻ ശ്രമിച്ചാൽ കുത്തി മലത്തും. ഏതായാലും ആ കുടുംബം അനാഥമാവും. അതുകൊണ്ട് അതിന് ശ്രമിക്കാതിരുന്നത് നന്നായി എന്നാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമുക്ക് ATM കവർച്ച തൃശ്ശൂർ നമ്മൾ 3-4 മാസം മുമ്പ് നടത്തി. ഏതായാലും അതൊരു സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ ഡിവൈസ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ബാങ്കുകാർ അറിഞ്ഞു. 10 മിനിറ്റിനകം പോലീസിന് വിവരം അറിയിച്ചു. പോലീസ് വളരെ സമയം എടുക്കാതെ തന്നെ ക്വിക്കായിട്ട് വന്നു രാത്രിയിൽ. അങ്ങനെ ആ നോർത്ത് ഇന്ത്യൻ ഗ്യാങ്ങിനെ നമ്മൾ പിടിക്കുകയും ചെയ്തു.
അതിലൊരാളെ തമിഴ്നാട് പോലീസ് വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അവർ രക്ഷപ്പെട്ട് ബാങ്കിലെ 3 സ്ഥലത്ത് ഏകദേശം 10-30 കിലോമീറ്ററിനകത്തുള്ള 3 ATM കൗണ്ടറിൽ അവിടുത്തെ പണം മോഷ്ടിച്ചിട്ട് അവരെ കാറിൽ കൊണ്ടുപോയിട്ട് ആ കാറ് ഒരു ട്രക്കറിനകത്തോട്ട് ഓടിച്ചു കയറ്റി പോവുകയായിരുന്നു. കേരള പോലീസ് വളരെ നന്നായിട്ട് ആ കേസിലും ഡിറ്റക്ഷൻ നടത്തി. ഇപ്പോൾ അതിലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഇതാണ്. അവിടെയും നല്ലൊരു ഡിറ്റക്ഷൻ നടത്തി. ബാങ്കിലെ ഇങ്ങനെയുള്ള ചെറിയ ബാങ്കുകളിൽ അല്ലെങ്കിൽ ചെറിയ ബാങ്ക് കൗണ്ടറുകളിൽ അധികം സ്റ്റാഫില്ലാത്ത, കൂടുതൽ പണം സൂക്ഷിക്കാത്ത ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സെക്യൂരിറ്റിക്കാരെ പ്രൊവൈഡ് ചെയ്യാൻ ബാങ്കുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 7000-ഓളം ശാഖകൾ കേരളത്തിൽ ഉള്ള ബാങ്കുകൾ, പല ബാങ്കിൻ്റെ കൂട്ടും. ഫെഡറൽ ബാങ്കിനാണെങ്കിലും ധാരാളം ശാഖകൾ കേരളത്തിലുണ്ട്. എല്ലായിടത്തും ചെറിയ ബാങ്കിൽ, ചെറിയ കൗണ്ടറിലൊക്കെ ഒരു സെക്യൂരിറ്റിക്കാരനെ ഒരേ സമയത്ത് വേണമെങ്കിൽ വന്നാൽ 2-3 സെക്യൂരിറ്റിക്കാർ വേണ്ടി വരും. അപ്പോൾ അത് വലിയൊരു പണച്ചെലവാണ് ബാങ്കുകാർക്ക്. അതുകൊണ്ട് പല സ്ഥലത്തും ചെറിയ ബാങ്കുകളിൽ, ചെറിയ കൗണ്ടറുകളിൽ സെക്യൂരിറ്റിക്കാർ കാണാറില്ല. പക്ഷെ ബാങ്ക് ഒരു കാര്യം ആലോചിക്കണം. ഏതായാലും അധികം പണമൊന്നും ചിലവാക്കാതെ ATM കൗണ്ടറിലെ പോലെ തന്നെ എല്ലാ ബാങ്കുകളിലും, ഫെഡറൽ ബാങ്കും SBI മറ്റുള്ള എല്ലാ ബാങ്കുകളിലും അവർക്കൊരു സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ സെക്യൂരിറ്റി സംവിധാനം വേണം. അതിനകത്ത് 5-6-7 സ്റ്റാഫ് മതി. ഒരു സെക്യൂരിറ്റി ഓഫീസറും റൗണ്ട് ദ ക്ലോക്ക് ജോലി ചെയ്യാനുള്ള എങ്ങനെ പോയാലും ശരി ഒരു 6-8 സ്റ്റാഫും മതി. അവരുടെ ബാങ്ക് ശാഖയും തമ്മിൽ ലിങ്ക് ഉണ്ടാകണം. ഏതെങ്കിലും ശാഖയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇവർക്ക് വിവരം കിട്ടും, അവർ ഉടനെ പോലീസിനെ അറിയിക്കാം. അങ്ങനെ ഒരു സംവിധാനം, ഡിജിറ്റൽ സംവിധാനം ഏർപ്പെടുത്തിയാൽ ബാങ്കിന് സെക്യൂരിറ്റി മുടക്കുന്ന പണത്തിന് ലാഭം ഉണ്ടാവും. ഒരു സെൻട്രലൈസ്ഡ് ഒരു ഓഫീസ് മാത്രം മതി, അവർ 8-10 സ്റ്റാഫും മാത്രം മതി. കേരളം മുഴുവനുള്ള അവരുടെ ബാങ്കുകളെ, ശാഖകളെ ഇവിടെ നിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഒരു അറ്റംപ്റ്റ് റോബറി വല്ലതും വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് വിവരം കൊടുക്കാൻ സാധിക്കും. അതേപ്പറ്റി ബാങ്കുകളെ കാര്യമായി ആലോചിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ബാങ്കുകളിലെ, വലിയ ബാങ്കുകളിലൊക്കെ സെക്യൂരിറ്റി അവർ ഇത്ര ലക്ഷം രൂപ കൂടുതൽ സൂക്ഷിക്കുന്ന ബാങ്കുകളിൽ അത് ബാങ്ക് റൂൾ അനുസരിച്ചുള്ള സെക്യൂരിറ്റിക്കാരെ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ചെറിയ സംഖ്യ ബാങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്നിടത്ത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ബാങ്കിന് ബുദ്ധിമുട്ടാണ്. ബാങ്കിൻ്റെ ലാഭത്തിൽ അത് വലിയ ചെലവേറിയ ഭാഗമായിട്ട് അവർ കണക്കാക്കും. അതുകൊണ്ട് ആ കാര്യം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ബാങ്ക് ശാഖകൾക്കും, ഒരു ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ അവരുടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ബാങ്ക് ശാഖയും മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനം അവരുടെ സെൻട്രൽ ഓഫീസിൽ തന്നെ മതി. അത് റൗണ്ട് ദ ക്ലോക്ക് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് കേരളത്തിലെ എല്ലാ ബ്രാഞ്ചിനടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ നമ്പരും സൂക്ഷിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് മെസ്സേജ് കൊടുത്താൽ ആളെ സെക്യൂരിറ്റി ലാപ്സസ് ഉണ്ടാകാതെ തന്നെ നമുക്ക് ബാങ്കിൻ്റെ ആ കൾപ്രിറ്റിനെ, അവിടെ കയറിയ കൾപ്രിറ്റിനെ പിടിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് ഇതേപ്പറ്റി ബാങ്കുകാർ സീരിയസ് ആയിട്ട് ആലോചിക്കണം. അത് ബാങ്കിലെ ജീവനക്കാർക്കും അതുപോലെ തന്നെ ബാങ്കിൻ്റെ സെക്യൂരിറ്റി, ക്യാഷിൻ്റെ സെക്യൂരിറ്റി എല്ലാം പരിഹരിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ.